അന്യം നിന്ന കാസർഗോഡിന്റെ തനത് നെല്ലിനം ഇനി കാസർഗോഡ് കൊടക്കാട്ടെ വയലിൽ വിളയും. കാസർഗോഡ് എന്ന നെല്ലിനം കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രവീന്ദ്രൻ കൊടക്കാട്ടാണ് ശേഖരിച്ച് കൃഷിയിറക്കിയത്. കാസർഗോഡ് എന്ന പേരിൽ കാസർഗോഡിന്റെ തനത് നെല്ലിനം. പുതിയ നെല്ലിനങ്ങൾ കടന്നു വന്നതോടെ ഈ നാടൻ നെല്ലിനം നമ്മുടെ നാട്ടിലെ വയലുകളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് 40 വർഷത്തിലേറെയായി. ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ യോഗത്തിൽ പത്മശ്രീ ജേതാവും നെൽവിത്തുകളുടെ സംരക്ഷകരുമായി സത്യനാരായണ ബളേരി കാസർഗോഡ് നെല്ലിനം പരിചയപ്പെടുത്തി. ഇതോടെയാണ് വിത്ത് കണ്ടെത്തി കൃഷി ചെയ്യാൻ കർഷകനായ രവീന്ദ്രൻ കൊടക്കാട് തീരുമാനിച്ചത്. സത്യനാരായണ ബളേരിയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ ചില ഭാഗങ്ങളിലും ബെൽത്തങ്ങാടി താലൂക്കിലും കാസർഗോഡ് എന്ന പേരിൽ തന്നെ നെല്ലിനം ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞു. തുടർന്ന് സത്യനാരായണ ബെൽത്തങ്ങാടി മിട്ടബാഗിലുവിലെ നെൽവിത്ത് സംരക്ഷകനായ BK ദേവരായരിൽ നിന്നും ശേഖരിച്ചു നൽകിയ 10 കിലോ വിത്താണ് പ്രത്യേക ട്രെയിൽ ഞാറ്റടി തയ്യാറാക്കി കൃഷിയിറക്കിയത്. കാസർഗോഡ് എന്ന പേരിൽ ഒരു നെല്ല് ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഏതാണ്ട് 4 പതിറ്റാണ്ടിനപ്പുറത്ത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ അത് സമൃദ്ധമായി വളർന്നിരുന്നുവെന്നും ഒരു ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കൗതുകമെന്നോണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം അതിൻ്റെ വിത്ത് ലഭിക്കുന്നതിലേക്കും അത് കൃഷി ചെയ്യുന്നതിലേക്കും എത്തിക്കുകയായിരുന്നു. 30 സെന്റ് വയലിലാണ് കാസർഗോഡ് നെല്ല് കൃഷി ഇറക്കിയത്. 3 വിള കൃഷി ചെയ്യാമെന്നതാണ് ഈ നെല്ലിനത്തിന്റെ പ്രത്യേകത. ചുവന്ന അരിയാണ്. 120 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയും. സ്വന്തം മണ്ണിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിച്ച നെല്ലിനം വിത്താക്കി മാറ്റി കർഷകർക്ക് വിതരണം ചെയ്യാനാണ് രവീന്ദ്രൻ കൊടക്കാടിന്റെ തീരുമാനം. 3 വിളകളും ചെയ്യാൻ സാധാരണ ജൂണിൽ വിത്തിറക്കുന്ന സമയത്ത് 1-ാം വിള, അതുപോലെ തന്നെ പുഞ്ചകൃഷി 2-ാം വിള ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ, അത് അവസാനിക്കുന്നതോടെ 3 വിളകളിലും നന്നായിട്ട് ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു നെല്ലിനമായിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ള അനുഭവ സമ്പന്നരായിട്ടുള്ള പ്രായമുള്ള ആളുകൾ കർണാടകത്തിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വിള ചെയ്താൽ അടുത്ത വിളക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് കൊടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വ്യത്യസ്തമായ നിരവധി നെല്ലിനങ്ങൾ 5 ഏക്കർ വയലിൽ രവീന്ദ്രൻ കൃഷി ചെയ്യുന്നുണ്ട്. കർഷക വിദ്യാപീഠം അസോസിയേറ്റ് ഡയറക്ടറും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗവുമാണ്. ജില്ലയുടെ തനത് നെല്ലിനമായി കാസർഗോഡിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന കാര്യം ജില്ലാ പഞ്ചായത്തിന്റെ പരിഗണനയിലുണ്ട്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.